HP Cricket എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാം സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ്. 7.4 വോൾട്ട് ബാറ്ററി നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ നമുക്ക് വീഡിയോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2S BMS ഉണ്ടാക്കാൻ അല്ലെങ്കിൽ 7.4 വോൾട്ട് ബാറ്ററി നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതുപോലത്തെ ഈ ഒരു മോഡൽ 4056 എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ 2 BMS ആണ് വേണ്ടത്. ഇതുപോലത്തെ 3.7 വോൾട്ട് ബാറ്ററി 2 എണ്ണം വേണം. ഓക്കെ, അടുത്തതായി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഡയോഡാണ്. 1N4000 ഇതിൻ്റെ നമ്പർ വരുന്നത്. ഒരു ഡയോഡ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ആണ് ഈ കാണുന്നത്, ഞാൻ വരച്ചത്. അപ്പോൾ ഇതിൽ കാണുന്ന അതുപോലെയാണ് ഇതിൻ്റെ കണക്ഷൻസ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ചാർജിങ് വോൾട്ടേജ് വരുന്നത് നമ്മൾ 9 വോൾട്ടാണ്. ഇത് ഇൻപുട്ട് ചാർജിങ് ബാറ്ററി വോൾട്ടേജ് വരുന്നത് 9 വോൾട്ടാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 3.7 വോൾട്ട് ബാറ്ററി 2 എണ്ണമാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ പോലെ എഴുതിയിട്ടുണ്ട് B പോസിറ്റീവ് B നെഗറ്റീവ്. അവിടെയാണ് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. 2 എണ്ണം സെപ്പറേറ്റ് തന്നെ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇവിടെ എഴുതിയ R8 എന്ന രീതിയിൽ ഭാഗമുണ്ട്. R8 അത് റെസിസ്റ്റൻസിൻ്റെ നമ്പറാണ്. അതിൻ്റെ അടുത്തൊരു പോസിറ്റീവ് ചിഹ്നം കാണാം നിങ്ങൾക്ക്. അവിടെയും ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഇതുമായിട്ട് അവിടെ പോസിറ്റീവ് അടുത്ത ബോർഡിൻ്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക. അത് നമ്മൾ രണ്ടും കൂടി ഷോർട്ടായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ആണ് നമുക്ക് ഇതിലേക്കുള്ള വോൾട്ട് ബാറ്ററിൻ്റെത് വരുന്നത്. 9 വോൾട്ട് നമ്മൾ ചാർജിങ് വോൾട്ടേജ് ഇതിലേക്ക് കൊടുക്കേണ്ടത് ഇവിടെയാണ് നെഗറ്റീവ് ഭാഗം. അതുപോലെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ ഇവിടെ ഈ ഭാഗത്താണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഇവിടെ ഷോർട്ട് ചെയ്ത് കൊടുക്കണം ഈ ഒരു എൻഡിൽ. അടുത്ത വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ബാറ്ററി നമ്മൾ കൊടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് പോകാതെ കൊടുക്കുക. അടുത്തതാണ് നമ്മൾ 1N4000 ഡയോഡ് ഇവിടെ വെക്കുന്നത്. ഇങ്ങോട്ടാണ് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി മാറാതെ തന്നെ നിങ്ങൾ കണക്ഷൻ കൊടുക്കുക. നമുക്ക് ഇതിൽ ബാറ്ററിൻ്റെ ഔട്ട് എടുക്കാനുള്ള ഭാഗമാണ് ഈ ഔട്ട് ഏരിയ. ഈ നെഗറ്റീവ് ഈ ഒരു ഭാഗം, ഈ ഒരു നെഗറ്റീവ്, അതുപോലെ തന്നെ ഔട്ട് ഈ പോസിറ്റീവ് ഭാഗമാണ് നമ്മൾ ഇതിൽ നിന്നുള്ള 7.4 വോൾട്ട് ഔട്ട് കിട്ടുന്നത്. ഞാനിതിൽ കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡയഗ്രത്തിൽ കണക്ട് ചെയ്ത പോലെ കണക്ട് ചെയ്തു. അപ്പോൾ ഡയോഡ് നമ്മൾ പൊളാരിറ്റി മാറാതെ ഇതിനെ കണക്ട് ചെയ്യുക. ഈ നെഗറ്റീവ് ഈ ഭാഗത്തേക്ക്, ഈ വര ഈ ഭാഗത്തേക്ക് വരുന്ന അതുപോലെ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുക. ഈ ഒരു 2 ബോർഡിൽ 4056 ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത്, മോഡൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ബാറ്ററിയിലേക്കുള്ള കണക്ഷനാണ് ഈ കാണുന്നത്. അതുപോലെ നമ്മൾ 4 വയർ ഇതുപോലെ നീക്കി വെക്കുക. അതുപോലെ തന്നെ ബാറ്ററിക്ക് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ സോൾഡർ പിടിപ്പിച്ച് വെക്കണം, എന്നാലേ അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കൂ. ഇതുപോലെ സോൾഡർ നമ്മൾ പിടിപ്പിച്ച് വെക്കുക. ചില ബാറ്ററിയിൽ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് സോൾഡർ പിടിക്കില്ല. അന്നേരം നമ്മൾ ഇവിടെ നിന്ന് ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി. സാൻഡ് പേപ്പർ വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് ക്രാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക, എന്നാലേ അത് കറക്റ്റായിട്ട് അവിടെ പിടിക്കൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുക. പൊളാരിറ്റി മാറാതെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 9 വോൾട്ട് സപ്ലൈ കൊടുക്കണം. ഇതിലേക്ക് 9 വോൾട്ട് പവർ സപ്ലൈ നമ്മൾ ഇതിലേക്ക് കൊടുത്തു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഇൻപുട്ട് ഇതാണ്, ഇത് പോസിറ്റീവ്. അതുപോലെ തന്നെ ഈ നീല വേറെ നെഗറ്റീവ് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് ഇപ്പോൾ റെഡ് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വോൾട്ടേജ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം എത്ര ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മളൊന്ന് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് 9 വോൾട്ടാണ്. .48 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഔട്ട് ഒന്ന് കിട്ടുന്നുണ്ട് നോക്കാം. 8.42 വോൾട്ട് തന്നെ കിട്ടുന്നുണ്ട്.
ഏകദേശം ഏകദേശം ഇത് 4.9 ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ വ്യത്യാസമുണ്ട്. ഔട്ട് ഇങ്ങോട്ട് 8.42 നമ്മൾ കൊടുത്ത വോൾട്ടേജ് കാണിക്കുന്നത് 8.5 കാണിച്ചപ്പോൾ. അപ്പോൾ ചാർജ് കയറി കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും. 8.43 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ബാറ്ററി ചാർജ് കയറുന്നതനുസരിച്ച് ഇതിന് മാറ്റം ഉണ്ടാവും. 8.43 8.44 വന്നു. ഇൻക്രീസ് ചെയ്ത് 8.51 ആയി. ഇവിടെ നമ്മൾ ബാറ്ററിന്റെ ക്ലാരിറ്റി ഒന്ന് വെച്ച് നോക്കാം. അതൊക്കെ ഇതിൽ വരുന്നത് 4 വോൾട്ട് 4.1 വോൾട്ട് കാണിക്കുന്നുണ്ട്. അതിന് ഈ സെറ്റിൽ 4.3 കാണിക്കുന്നുണ്ട്. ഈ സെറ്റിൽ ഇതിൽ 4.1 ഉണ്ട്. ഇതിൽ 4.3 കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്താൽ പതാക്കി മാറാതെ അപ്പോൾ നമുക്ക് 7.4 വോൾട്ട് ബാറ്ററി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, പ്രൊട്ടക്ഷനോട് കൂടിയ. അപ്പോൾ ഈ 7.4 വോൾട്ട് ബാറ്ററി നമുക്ക് വരുന്നത് എന്ന് വെച്ചാൽ സാറ്റലൈറ്റ് ഫൈൻഡർ സാറ്റലൈറ്റ് മീറ്റർ അല്ലേ, അപ്പോൾ അതിൽ വരുന്നുണ്ട് 7.4 വോൾട്ട് ബാറ്ററി. അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടി ബോക്സ് ഇറങ്ങുന്നുണ്ട്. ഫിലിപ്സിൻ്റെ കുറച്ച് മോഡൽ പാർട്ടി ബോക്സിൽ 7.4 വോൾട്ട് ബാറ്ററി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഓവർ ചാർജിങ് പ്രൊട്ടക്ഷന് അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷന് ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് നമ്മൾ 2S ആണ് ഉണ്ടാക്കിയത്. 2S BMS ആണ് ഉണ്ടാക്കിയത്. ഇത് 1S 2 1S വെച്ചിട്ട് നമ്മൾ 2S BMS ഉണ്ടാക്കി. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒന്നുകൂടി ആഡ് ചെയ്യാം, 3Sലേക്ക് ആക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡയോഡ് ഒന്നുകൂടി വെച്ചാൽ മതി. ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് കണക്ഷൻസ് വരും. ഇതുപോലെ തന്നെ ഒന്നുകൂടി വെച്ചാൽ നിങ്ങൾക്ക് 3S വെക്കാം. അപ്പോൾ ഈ ഡയോഡ് ഒന്നുകൂടി ഇവിടെ വെച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻ നേരെ ഈ ഒരു ഭാഗത്തേക്ക് ഷോർട്ടായി കൊടുത്താൽ ഓക്കെ ആയി. പക്ഷേ 3S വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ട് വോൾട്ടേജ് 14 വോൾട്ടിൻ്റെ താഴെ വരാവും, 13 സംതിങ് ഒക്കെ വരാവും. അതൊരു ചാർജിങ് വോൾട്ടേജ് നിങ്ങൾക്ക് ഇതിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് വോൾട്ടേജ് എടുക്കാവും. അപ്പോൾ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ. അപ്പോൾ അതിന് നമ്മൾ 3.7 വോൾട്ട് ബാറ്ററി 3 എണ്ണം വേണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു 12 വോൾട്ട് ബാറ്ററി കിട്ടും. ഇത് നമ്മൾ 7.4 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊന്നുകൂടി നമ്മൾ ഇതിൽ വെച്ചാൽ നമുക്ക് 3S BMS ആയി 12 വോൾട്ട് ബാറ്ററി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, പ്രൊട്ടക്ഷനോട് കൂടിയ. ആംബിയർ ഈ ഒരു ബോർഡിൻ്റെ ആംബിയർ ഉണ്ടാവും. ഇതിലേക്ക് ഇൻപുട്ട് ചാർജിങ്ങിന് കുറച്ച് ടൈം എടുക്കും, എന്നാലും കുഴപ്പമില്ല. ഒരു പ്രൊട്ടക്ഷൻ ബോർഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ബോർഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് 3S ബോർഡാണ്, 3S BMS ആണ്. ഇവിടെ ഉണ്ട് 3S 60A 16 ആംബിയർ കാണിക്കുന്നുണ്ട്. ഇതിൽ ഇതാണ് പറയുന്നത്, കപ്പാസിറ്റിയാണ് പറഞ്ഞത്. ഇതുപോലത്തെ ബോർഡ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിലേശം ആംബിയർ കൂടുതലായിരിക്കും. ഇതിൽ 1 ആംബിയറിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ എന്നാണ് കേട്ടത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി എത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.